Good morning. Okay. എല്ലാവരും ജോയിൻ ചെയ്തോ? പേരായി 43 പേരായിട്ടുണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഹാപ്പി ആയിരിക്കണോ? യെസ്. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു പെരിറ്റോണിയൽ ഡയാലിസിസ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ, PD. എല്ലാവരും നോക്കിയായിരുന്നോ? അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബിൽ കയറിയിട്ട് ഹീമോഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, പിന്നെ ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ അസസ്, കാത്തീറ്റർ, അങ്ങനെ അത് ജസ്റ്റ് ഓരോന്നും അടിച്ചു കൊടുത്താൽ മതി. അതിന്റെ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കാണണമെങ്കിൽ കാണാം കേട്ടോ. കുറച്ചുകൂടി ഒക്കെ നമുക്ക് ഇത് ക്ലിയർ ആവും. പിന്നെ ഇന്നലെ ആരോ ഇവിടെ ചോദിച്ചായിരുന്നു, അത് ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് മിസ് അവിടെ വെയിറ്റിംഗിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വേഗം കൂടെ ഇറങ്ങിയത്. പിന്നെ അടുത്ത ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് ഇവിടെ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് എന്ന് ആരോ ചോദിച്ചിരുന്നു ഇവിടെ, ഇല്ലേ? ആരാ ചോദിച്ചേന്ന് ഞാൻ ഓർക്കുന്നില്ല. ഫസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തായിരുന്നു. ചോദിച്ചു. ഓക്കെ, കീർത്തനെയാണോ ചോദിച്ചത്? ഓക്കെ ഓക്കെ. അത് ഞാൻ അത് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അയ്യോ കുട്ടി ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത്. കുഴപ്പമില്ല. എന്തെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ, ഒന്നുകൂടി ചോദിക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് മറന്നുപോയതാണ്, പെട്ടെന്ന് ഇറങ്ങിയപ്പോട്ടോ. ഇൻട്രാവീനസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിൽ അവിടെ പറയുന്നുണ്ട് അല്ലെ. നമ്മൾ അതിനകത്ത് AKI നോർമലി ട്രീറ്റ് ചെയ്യുന്നത് ഏതാണ്? ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് അത് ഉള്ള ആ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലാണെന്നാ പറഞ്ഞേക്കുന്നത്. ഇൻട്രാവീനസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിനിൽ കൂടെ കൊടുക്കുന്നത്, ഗിവൺ ത്രൂ ദ വെയിൻ. അത് ലിക്വിഡ് ആണ്. Intravenous fluids are liquids injected to the vein. Liquids injected to the vein to treat. നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ലിക്വിഡ്സ് വെയിനിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു. ഓർ പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ. നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് അധികം വാട്ടർ ഒക്കെ പോവാതിരിക്കാൻ, നിർജ്ജലീകരണം തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഫ്ലൂയിഡ് വെയിനിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രാവീനസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് ആർ ലിക്വിഡ് ഇൻജെക്റ്റഡ് ടു ദ വെയിൻ. നമ്മൾ ഗ്ലൂക്കോസ് ഇടൂലേ? ഗ്ലൂക്കോസ് നമുക്ക് എന്താ നമുക്ക് ഭയങ്കര ക്ഷീണമായിട്ട് ഛർദിലൊക്കെ കൂടുതലൊക്കെ വരുമ്പോഴേ ട്രിപ്പ് ഇടും അല്ലെ. നമ്മുടെ ബോഡിയിൽ വാട്ടറിന്റെ കുറവാകുമ്പോഴും നമ്മുടെ ആ ക്ഷീണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും ട്രിപ്പ് ഇടാറില്ലേ? ട്രിപ്പ് ഇടൂലേ? അതൊക്കെ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് ആണ്. ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കാം. ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് ആർ ലിക്വിഡ്സ് ഇൻജെക്റ്റഡ് ടു ദ വെയിൻ. ലിക്വിഡ്സ് ഇൻജെക്റ്റഡ് ടു ദ വെയിൻ. ഓക്കെ, അതാണ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. വെയിനിലേക്ക് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്ന ലിക്വിഡ്. നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ കഴിച്ചില്ലേ, അത് ഓർത്താൽ മതി. ഇനി ഒരു കാര്യം കൂടി അതിന്റെ ഒപ്പം പറയട്ടെ. IV പോൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇൻട്രാവീനസ് പോൾസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെഡിക്കൽ ഡിവൈസ് ആണ്. നമ്മൾ ആ ഗ്ലൂക്കോസ് ഇടുന്ന ഒരു സ്റ്റാൻഡ് ഇല്ലേ, നമ്മള് മുകളില് ഗ്ലൂക്കോസ് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടി അവിടെ ഒരു ഹുക്ക് ഉണ്ടാവും. പിന്നെ അലൂമിനിയത്തിന്റെ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ഒക്കെ ആ ഒരു സ്റ്റാൻഡ്, അതിന് വീല്, 4 വീലുകള്. നമുക്കത് ആർക്കാണോ ട്രിപ്പിളിന്റെ അതിലേക്ക് അങ്ങോട്ടേക്ക്, ആ പേഷ്യന്റിന്റെ ബെഡിന്റെ അങ്ങോട്ടേക്ക് നമുക്ക് ആ സ്റ്റാൻഡ് ഉത്തിക്കൊണ്ട് പോകാൻ പറ്റും. അതിനുള്ള വീൽ ഉണ്ടാവും, 3 or 4 വീലുകൾ ഉണ്ടാവും. ആ ഗ്ലൂക്കോസ് ഹാങ് ചെയ്തിടാൻ അതിനുള്ള ഒരു ഹുക്ക് ഉണ്ടാവും. ഓക്കെ ഓക്കെ, ടൈം പീരീഡ് ആണോ? ഓക്കെ, പറയാം കേട്ടോ. അപ്പൊ അതാണ് IV പോൾ എന്ന് പറയുന്നത്. IV പോൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡിവൈസിനെയാണ് IV പോള് അല്ലെങ്കിൽ ഇൻട്രാവീനസ് പോൾസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് ഒക്കെ ഇടുന്ന സ്റ്റാൻഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, ഇനി നമ്മള് ഇൻട്രാവീനസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ലിക്വിഡ് ആണ്. നമ്മൾ വെയിനിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ലിക്വിഡ് ആണ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ആരോ എന്താണ് AV ഗ്രാഫ്റ്റിന്റെ ടൈമിങ് പറഞ്ഞായിരുന്നു. ഒന്ന് പറയാനായിട്ട് ലാസ്റ്റ് ആ പാരഗ്രാഫിന്റെ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ തൊട്ട് മുന്നേ നോക്കിയേ, അവിടുത്തെ കൊടുത്തിട്ടുണ്ട് AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്. ഇത് രണ്ടും ലോങ് ടൈം ഡയാലിസിസ് ട്രീറ്റ്മെന്റിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അത് ഹീൽ ചെയ്യുന്നത് നമ്മളത് അതിന്റെ ആ ഒരു സർജറി ചെയ്ത് അതിന്റെ മുറിവ് ഉണങ്ങാനായിട്ട് നമുക്ക് എത്ര സമയം വേണം നോക്കിയേ? 3
months, 2 to 3 months, 2-3 മാസം വരും ആ സർജറി ചെയ്ത് അതിന്റെ മുറിവ് ഉണങ്ങി അതേ കൂടെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 2-3 മാസം വേണമെന്ന് പറഞ്ഞു. എന്നാൽ AV ഗ്രാഫ്റ്റ് ആണെങ്കിൽ 2 to 3 weeks, 2-3 ആഴ്ചയും കൊണ്ട് ആ സർജറിയുടെ വൂണ്ട് ഉണങ്ങി അതേ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് അതൊന്ന് നോക്കി. ഫിസ്റ്റുലി ആണെങ്കിൽ നമുക്ക് 2-3 മാസം വേണം. എന്നാൽ AV ഗ്രാഫ്റ്റ് ആണെങ്കിൽ 2-3 ആഴ്ചയും മതി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അതിനകത്ത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞ എന്താ, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ എന്താ ഈ ഡയാലിസർ ആ മെഷീൻ അതിന്റെ പകരമായിട്ട് ബോഡിയുടെ ഉള്ളിൽ തന്നെ ആ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതിനെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അല്ലെ, ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി. നമ്മുടെ വയറ്റിന്റെ അകത്ത് തന്നെ വെച്ചിട്ട് ആ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതിനെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ലൈനിങ്, അബ്ഡോമിന്റെ ലൈനിങ്ങിന്റെ പേര് പറഞ്ഞല്ലോ, ഏതാണ്? പെരിറ്റോണിയാണ്. അത് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയൊരു സർജറി വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും? ആ സർജറി ചെയ്ത് നമ്മുടെ അബ്ഡോമനിൽ വയറിന്റെ അവിടെ ഒരു ചെറിയ സർജറി ചെയ്തിട്ട് കത്തീറ്റർ അവിടെ പ്ലേസ് ചെയ്ത് വെക്കും, അല്ലെ? എന്നിട്ട് നമ്മൾ പറഞ്ഞു ആ സൊല്യൂഷൻ ഡയാലിസേറ്റ് അത് നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ കത്തീറ്ററിൽ കൂടെ ആ ട്യൂബിൽ കൂടെ നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് ആ ഡയാലിസേറ്റ് ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു ഡയാലിസേറ്റ് ഉള്ള ആ ഒരു ഇതിലേക്ക് ആ ബ്ലഡ് അവിടെ ആ ഒരു ഏരിയയിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ആ ബ്ലഡ് വെസൽസിൽ നിന്നും ആ ഡയാലിസേറ്റ് എന്ത് ചെയ്യുന്നു? അതിനെ അബ്സോർബ് ചെയ്യുന്നു. എക്സ്ട്രാ ഫ്ലൂയിഡ് വേസ്റ്റിനെയൊക്കെ അബ്സോർബ് ചെയ്ത് എടുക്കുന്നു. 3-4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഡയാലിസിസ് കംപ്ലീറ്റ് ആവും. അന്നേരം നമുക്ക് പുറത്തേക്ക് നമ്മൾ ആ സെയിം കത്തീറ്ററിൽ കൂടെ തന്നെ ആദ്യം നമ്മൾ ഉപയോഗിച്ച ആ ബാഗിലേക്ക് തന്നെ ഈ സൊല്യൂഷൻ അവിടെ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. നമുക്ക് ക്യാൻ ഓൾമോസ്റ്റ് എനിവെയർ, എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ആ ഒരു സപ്ലൈ നമുക്ക് കിട്ടിയാൽ മതി, നമുക്ക് ട്രീറ്റ്മെന്റ് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഇനി അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നമ്മൾ ആ ഡയാലിസേറ്റ് ആ ലൈനിൽ നമ്മൾ ഇതിനകത്ത് ഡയാലിസേറ്റ് നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കൂലേ, അതിനെയാണ് ഫില്ല് എന്ന് പറയുന്നത്. ഒന്ന് എഴുതി വെച്ച അവിടെ, ഫില്ല്, FILL. ആ ഡയാലിസേറ്റ് വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നതിനെയാണ് ഫില്ല് എന്ന് പറയുന്നത്, FILL. ഇനി ആ ഡയാലിസേറ്റ് വയറ്റിന്റെ ഉള്ളില് നമ്മുടെ അബ്ഡോമനില് ഡയാലിസേറ്റ് കിടക്കുമ്പോൾ അതിനെയാണ് ഡൊൽ എന്ന് പറയുന്നത്, DWELL, ഡൊൽ, DWELL, ഡൊൽ. ഇനി 3-4 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇല്ല, അത് കഴിഞ്ഞ് നമ്മൾ ഒരു ആഫ്റ്റർ ഫ്യൂ അവേഴ്സ്, കുറച്ച് സമയം, ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡയാലിസിസ് കംപ്ലീറ്റ് ആവും. അതപ്പോ പുറത്തേക്ക് കളയുന്നതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്, DRAIN, ഡ്രെയിൻ. ഫില്ല്, ഡൊല്ല്, ഡ്രെയിൻ, DRAIN. അപ്പൊ ഇത് മൂന്നും, ആ ഫില്ല്, ഡൊല്ല്, ഡ്രെയിൻ, ഇത് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു ഡയാലിസിസ് സൈക്കിൾ കംപ്ലീറ്റ് ആയെന്ന് പറയുന്നത്. ഒരു ഡയാലിസിസ് സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. ഫില്ല്, ഡൊല്ല്, ഡ്രെയിൻ, അത് മൂന്നും കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു സൈക്കിള്, ഒരു ഡയാലിസിസ് സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇടയ്ക്ക് മാത്രം ഒന്ന് ചെക്കപ്പിന് വേണ്ടി മാത്രം ഹോസ്പിറ്റലിൽ പോയാൽ മതിയാവും. ഇനി നോക്കിയേ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പല തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഇതിനകത്ത് മൂന്നിലും ഒന്നുകൂടി പറയാമോ? എന്താണ് ഇതിനകത്താണോ? നമ്മൾ ആ ഡയാലിസേറ്റ് ആ സൊല്യൂഷൻ ഇല്ലേ, അത് വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നതിനെയാണ് ഫില്ല് എന്ന് പറയുന്നത്. ഫില്ല് ചെയ്യുക, നിറയ്ക്കുക, FILL. ഇനി ആ സൊല്യൂഷൻ വയറ്റിന്റെ അടുത്ത് കിടക്കുമ്പോൾ നമ്മൾ അതിനെയാണ് ഡൊൽ എന്ന് പറയുന്നത്, DWELL. റിസ്ക് അല്ലേനാ? കുഴപ്പമൊന്നുമില്ല, റിസ്ക് ഒന്നുമില്ല. അത് ഓൾറെഡി അവർക്ക് അതിനുള്ള ആ ഒരു ഇത് കൊടുക്കും, എങ്ങനെ ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ള ഇത് കൊടുക്കും. ആ സൊല്യൂഷൻ വയറ്റിന്റെ അകത്ത് കടന്നു എന്ന് വെച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമുക്ക് അത് വെച്ചിട്ട് വീട്ടിൽ ജോലി ചെയ്യാം,
കുളിക്കാം, വേണമെങ്കിൽ കളിക്കാം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ സൊല്യൂഷൻ വയറ്റിനകത്ത് കിടന്നു എന്ന് വെച്ചാൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നോർമലി നമുക്കൊരു ട്രെയിനിങ് തരും, ആദ്യം എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ഒരു ഇത് പറയും. പിന്നെ നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേ ഓക്കെയോ, വേറെ അത്ര ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ ഡോക്ടറിന് നമ്മൾ പറഞ്ഞില്ല, ഇടയ്ക്ക് നമ്മൾ ചെക്കപ്പിന് ഡോക്ടറിന്റെ അടുത്ത് പോകണം. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് അത് ചെയ്യുമ്പോഴുണ്ടെങ്കിൽ അത് നമുക്ക് ഡോക്ടറിനെ കണ്ട് തന്നെ അത് എന്താന്ന് വെച്ചാൽ നമ്മളത് പറയണം. ഓക്കെ. അപ്പൊ അങ്ങനെ വയറ്റിന്റെ അകത്ത് കിടക്കുമ്പോൾ ഡ്വെൽ എന്ന് പറയുന്നു. ഈ 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഡയാലിസിസ് കംപ്ലീറ്റ് ആയി ആ സൊല്യൂഷൻ പുറത്തേക്ക് നമ്മൾ കളയില്ലേ, അതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഫില്ല്, ഡ്വെല്ല്, ഡ്രെയിൻ അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ഡയാലിസിസ് സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഓക്കെ. ഇനി നമ്മള് പലതരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആ പറയുന്നത്. ഓക്കെ. പെരിറ്റോണിയൽ ഡയാലിസിസ് ആർ ഓഫ് 3 ടൈപ്സ്. എത്ര തരമുണ്ട്? പെരിറ്റോണിയൽ ഡയാലിസിസ് എത്ര തരമുണ്ട്? 3 ടൈപ്സ്, 3 തരത്തിലുണ്ട്. അതിനകത്ത് ഫസ്റ്റ് നോക്കാം, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് CAPD. ഇതിന് 3ന്റെയും എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്, ഇത് ഏതെങ്കിലും നമ്മൾ ചോദിക്കാറുണ്ട്. എക്സ്പാൻഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ CAPD, എക്സ്പാൻഡ് CAPD എന്താ പറയാ? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് CAPD. ഓക്കെ. രണ്ടാമത്തെയാണ് CCPD. എന്താണ്? കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ. ഇനി IPD എന്ന് പറഞ്ഞാൽ ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ അങ്ങനെ 3 തരത്തില് നമുക്ക് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. ഏതൊക്കെയാണ്? CAPD, CCPD, IPD, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ. അതിന് ഫസ്റ്റ് നമുക്ക് നോക്കാം CAPD. എന്താണ് CAPD എന്ന് പറയുന്നത്? ഡസ് നോട്ട് നീഡ് എ മിഷ്യൻ. ഇവിടെ ഒരു പർട്ടിക്കുലർ മിഷ്യന്റെ ആവശ്യമില്ല. എക്സ്ചേഞ്ച് ക്യാൻ ബി ഡൺ 3 to 5 times a day. ഒരു ദിവസത്തിൽ അപ്പൊ എത്ര പ്രാവശ്യം ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണം? എത്ര പ്രാവശ്യം വേണം? 3 to 5 times. 3, 4, 5. 3 to 5 times. 3 മുതൽ 5 പ്രാവശ്യം വരെ നമുക്ക് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യേണ്ട വരും. ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ്, നമ്മൾ ഉണരുന്ന സമയം മുതൽ, ഉണരുന്ന സമയം മുതൽ നമുക്ക് 3 or 5 പ്രാവശ്യം 3 to 5 times, 3, 4, 5 അതേതെങ്കിലും അത് ഡോക്ടർ പറയും. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം വേസ്റ്റ് ഉണ്ടാവുന്നു അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തായാലും 3 or 5 പ്രാവശ്യം നമ്മൾ ഉണരുന്ന സമയം മുതൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അത് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ സൊല്യൂഷൻ വയറ്റിന്റെ അകത്തേക്ക് നിറച്ചു, എന്നിട്ട് നമ്മൾ 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് ഡയാലിസിസ് കംപ്ലീറ്റ് ആവും, പുറത്തേക്ക് കളയുന്നു. അത് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇവിടെ പർട്ടിക്കുലർ മിഷ്യന്റെ ആവശ്യമില്ല. എക്സ്ചേഞ്ച് എത്ര പ്രാവശ്യം നടത്താം? 3 to 5 times. 3 ഒടുങ്ങി 5 പ്രാവശ്യം വരെയും ആ എക്സ്ചേഞ്ച് നടത്താം ഡ്യൂറിങ് വേക്കിംഗ് അവേഴ്സ്. നമ്മൾ ഉണരുന്ന സമയം മുതൽ നമുക്ക് 3 or 5 പ്രാവശ്യം എക്സ്ചേഞ്ച് നടത്താം. അത്രയും തവണ ആ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ഇനി രണ്ടാമത്തെ നോക്കിയേ, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. അതിന്റെ മീനിങ് എന്താ? ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂസ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. കണ്ടിന്യൂസ് cyclic peritoneal dialysis. Okay, needs the use of a particular dialysis machine that can be used in the home. നമ്മുടെ വീടുകളിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഡയാലിസിസ് മെഷീൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം ഇത് തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു പർട്ടിക്കുലർ മെഷീൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മൾ എന്താ പറയാ, അതിനകത്ത് ടൈം ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പൊ ആളുകൾക്ക് അതിനെ കൺട്രോൾ ചെയ്യേണ്ട ആ മെഷീനിൽ സെറ്റ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് ആ മെഷീനില് നമുക്ക് അതിന്റെ ആ കറക്റ്റ് ആ ഒരു ടൈമും അത് കഴിയുമ്പോഴും ഒക്കെ എല്ലാം മെഷീനിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് പെർഫോം ഓട്ടോമാറ്റിക്കലി. അതാണ് നമ്മൾ
ഫില്ല് ചെയ്യോ, നമ്മൾ പുറത്തേക്ക് എടുക്കോ, ഇതൊന്നും വേണ്ട. അതെങ്ങനെയാ, ഓട്ടോമാറ്റിക് ആയിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ മെഷീന്റെ സഹായത്തോടു കൂടിയാണ് അവിടെ ചെയ്യുന്നത്. പേഷ്യന്റ് ഈസ് സ്ലീപ്പിംഗ്, നമ്മൾ പേഷ്യന്റ് ഉറങ്ങുവാണെങ്കിലും കുഴപ്പമില്ല, ആ മെഷീൻ വർക്ക് ചെയ്തോളും, ഓട്ടോമാറ്റിക് ആണ് അത്. ആ മെഷീനിലാണ് അത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതാണ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പേഷ്യന്റ് ഉറങ്ങുകയാണെങ്കിലും കുഴപ്പമില്ല, ആ മെഷീനിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അത്രയും 3-4 മണിക്കൂർ കഴിയുമ്പോൾ അത് റീഫിൽ ചെയ്ത് പിന്നെ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ തരത്തിലുള്ള ഒരു മെഷീന് ഇതിന് വേണം. ഈ നമ്മള് CCPD ചെയ്യാനായിട്ട് ആവശ്യമാണ്. Needs the use of a particular dialysis machine that can be used in the home. നമുക്ക് വീടുകളിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഡയാലിസിസ് മെഷീൻ ആവശ്യമാണ്. ഇതെങ്ങനെയാണ് നടക്കുന്ന, മെഷീനിൽ സെറ്റ് ചെയ്ത് വെക്കല്ലേ. അതുകൊണ്ട് this type of dialysis performed automatically, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് പ്രവർത്തിക്കും. When the patient is sleeping, പേഷ്യന്റ് ഉറങ്ങുകയാണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ മെഷീനിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അത്. ഇനി അടുത്തതൊക്കെ മൂന്നാമത്തെ ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, IPD. ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇടവിട്ടിട്ട്, ഓക്കെ, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക. ഒറ്റയടിക്ക് കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്കിടയ്ക്ക് എന്നുള്ളതാണ് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇടവിട്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് തടസ്സപ്പെടുത്തി എന്നുള്ള ബ്രേക്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് IPD. എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ, അവിടെ അണ്ടർലൈൻ ചെയ്തിടുകയും ചെയ്യണം. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് യൂസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആ CCPD. CCPD പോലെ തന്നെ അതിന്റെ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ബട്ട് എന്നാൽ എന്താ വ്യത്യാസം, ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. കണ്ടോ, ട്രീറ്റ്മെന്റ് അതിന്റെ ഡ്യൂറേഷൻ കുറച്ച് സമയം കൂടുതൽ വേണം, ലോങ്ങർ ആണ്. ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. IPD can be done at home, നമുക്ക് വീടുകളിൽ ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽ. അതിൽ സാധാരണയായിട്ട് നമ്മളത് ഹോസ്പിറ്റലിലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. നമുക്ക് വീടുകളിലും നമുക്ക് ചെയ്യാൻ പറ്റും. IPD can be done at home, but it is usually in the hospital. Okay, അപ്പൊ അതിനകത്തുനിന്ന് നിങ്ങൾ ആ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അവിടെ മെഷീൻ വേണ്ട, നമ്മൾ തന്നെയാണ്. നമ്മൾ ഉറങ്ങുവാണെങ്കിലൊന്നും നമുക്ക് എനിക്ക് ഉറക്കത്തിലൊന്നും ചെയ്യാൻ പറ്റൂല്ലോ. അപ്പൊ നമ്മൾ എണീക്കുന്ന സമയം മുതൽ നമുക്കത് 3 to 5 times നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. എന്നാൽ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെഷീൻ ആവശ്യമാണ്. ആ മെഷീനിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് മെഷീൻ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തുകൊള്ളും. നമ്മൾ പേഷ്യന്റ് ഉറങ്ങുകയാണെങ്കിലും ആ മെഷീനിൽ തന്നെ പ്രവർത്തിച്ചോളും, ഓട്ടോമാറ്റിക്കലി ആണ്. ഇനി അടുത്തത് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ CCPD-യിൽ ഉപയോഗിക്കുന്ന പോലെയുള്ള സെയിം ടൈപ്പ് ഓഫ് മെഷീൻ നമ്മൾ ഉപയോഗിക്കാം. പക്ഷെ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി ലോങ്ങർ ആണ്. അത് നമുക്ക് വീടുകളിലും ചെയ്യാം. ബട്ട് യൂഷ്വലി സാധാരണയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ താഴെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, നോക്കി. ദ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് നീഡഡ്, duration of each treatment and the number of treatment per day will differ. എന്തനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്ന, relying on the type of PD you are using and your medical condition. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കിയേ. നമ്മൾ ഏത് തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അതിനനുസരിച്ച് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, ദ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് നീഡഡ്, നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സപ്ലൈകളും എക്യുപ്മെന്റും ഈ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, ഓൾസോ നോൺ ആസ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ ആ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ, ആൻഡ് ദ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് പെർ ഡേ, നമ്മൾ ഒരു പ്രാവശ്യം ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം അത് ചെയ്യണം, അതിന്റെ എണ്ണം 3 പ്രാവശ്യം ചെയ്യണോ, 4 പ്രാവശ്യം ചെയ്യണോ, 5 പ്രാവശ്യം ചെയ്യണോ, അതെല്ലാം എന്തിനനുസരിച്ച് വ്യത്യാസപ്പെടും, റിലയിങ് ഓൺ ദ
type of PD you are using and your medical condition. നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, നമ്മൾ ഏത് തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് ഉപയോഗിക്കുന്നത്, ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ അനുസരിച്ച് ഇത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള്, ആ ഡ്യൂറേഷൻ, ഓരോ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് പെർ ഡേ, ഒരു ദിവസത്തിൽ ഇനി എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളതെല്ലാം എന്ത് ചെയ്യുന്നു, വ്യത്യാസപ്പെടും. റിലേയിങ് ഓൺ ദ ടൈപ്പ് ഓഫ് PD. അപ്പൊ നമ്മള് ഇതിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യണം, നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മുടെ മെഡിക്കൽ കണ്ടീഷനും ഏത് തരത്തിലുള്ള PD ആണ് നമ്മൾ ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. Normally, this process takes a few hours and required to be repeated 4 to 6 times per day. കണ്ടോ, നോർമലി സാധാരണയായിട്ട് നമ്മൾ ഇത് എത്ര സമയം വേണം, ദ പ്രോസസ് ടേക്ക് എത്രയാ, ഫ്യൂ ഹവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾ, ആൻഡ് റിക്വയർഡ് ടു റിപ്പീറ്റഡ് നമ്മൾ 6 times per day റിപ്പീറ്റ് ചെയ്യാം, പ്രാവശ്യമൊക്കെ നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, കണ്ട നിങ്ങൾ ആ പിക്ചർ ഒന്ന് നോക്കി, ഇനി അവിടെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഇതിനകത്ത് അവര് 2 ബാഗും ഇതാ ഉപയോഗിച്ചേക്കണേന്നുള്ളൂ. ഓക്കെ, കണ്ടോ, ഡയാലിസിസ് സൊല്യൂഷൻ ആ മോളിൽ കാണിച്ചിട്ടുണ്ട്. അത് ഇൻഫ്ലോ വയറ്റിന്റെ അകത്തേക്ക് കത്തീറ്ററിൽ കൂടെ വയറ്റിന്റെ അടുത്തേക്ക് നമ്മൾ നിറയ്ക്കാണ്. അവിടെ പെരിറ്റോണിയൽ ക്യാവിറ്റി ഉണ്ട്, ആ പെരിറ്റോണിയൽ ലൈനിങ് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഡയാലിസിസ് കംപ്ലീറ്റ് ആകുമ്പോൾ ആ സെയിം കത്തീറ്ററിൽ കൂടെ തന്നെ ഔട്ട്ഫ്ലോ വേറെ ബാഗിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, അത്രയേ ഉള്ളൂ ഇത്. നമ്മൾ പറഞ്ഞത് എന്താ, ആദ്യം ഉപയോഗിച്ച ബാഗിലേക്ക് തന്നെ നമുക്കത് ഡയാലിസിസ് നമുക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, ഇത് 2 ബാഗിലാണുള്ളത്. ഡയാലിസിസ് സൊല്യൂഷൻ ഇൻഫ്ലോ, അത് പെരിറ്റോണിയൽ ക്യാവിറ്റി കാണിച്ചിട്ടുണ്ട്, പെരിറ്റോണിയൽ ലൈനിങ് ഉണ്ട്, അത് ഡയാലിസിസ് കഴിഞ്ഞിട്ട് തിരിച്ച് ഔട്ട്ഫ്ലോ വേറെ ബാഗിലേക്ക് കളക്ട് ചെയ്തേക്കുന്നേ, സെയിം കത്തീറ്ററിൽ കൂടെ. ഇത് ട്യൂബ് പോലത്തെ സംഭവം, ആ ബാഗ് അതിന് ട്യൂബ് പോലത്തെ ഇതുണ്ട്, അത് നമുക്ക് നമ്മുടെ കത്തീറ്റർ അവിടെ വെച്ചിട്ടില്ലേ, അതിലേക്ക് നമുക്ക് ഇങ്ങനെ ടാപ്പ് പോലെ ഇങ്ങനെ തിരിച്ച് ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അത്. ഇനി അടുത്തത് ഒരു ടൈപ്പ്, ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു, ഹീമോഡയാലിസിസ് പഠിച്ചു, രണ്ടാമത്തെ പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇനി മൂന്നാമത്തെ നോക്കിയേ, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, CRRT. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണം കേട്ടോ. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, CRRT. This therapy is used mainly in the intensive care unit for people with severe kidney failure. ഇപ്പൊ നമ്മൾ വളരെ കിഡ്നി രോഗം വളരെയധികം, കിഡ്നി ഫെയിലിയർ സിവിയർ ആയിട്ടുള്ള പേഷ്യൻസ്, അങ്ങനെ ICU ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന പേഷ്യൻസിനാണ് ഈ CRRT തെറാപ്പി ചെയ്യുന്നത്. ഇതിങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് നമുക്കിങ്ങനെ സിവിയർ കിഡ്നി ഫെയിലിയർ ഉള്ളവർക്ക്, സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ട് ICU കിടക്കുന്ന പേഷ്യൻസിന് ഏത് തരത്തിലുള്ള ഹീമോഡയാലിസിസ് ആണ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പൊ അവിടെ ഹീമോഡയാലിസിസ് ഏത് തരത്തിലുള്ള ഡയാലിസിസ് ചെയ്യണേന്ന് ചോദിക്കാം. അപ്പൊ ഓപ്ഷൻസിൽ ഹീമോഡയാലിസിസ് തരാം, പെരിറ്റോണിയൽ ഡയാലിസിസ് തരാം, CRRT തരാം. ഏതാണ് CRRT എന്ന് കറക്റ്റ് ആൻസർ എടുത്ത് എഴുതുക. കിഡ്നി രോഗം വളരെയധികം കൂടി ICU കിടക്കുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നതാണ് CRRT. ആ ടൈപ്പ് ഡയാലിസിസ് ആണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ആ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടണം. This therapy is used mainly in the intensive care unit for people with severe kidney failure. It is known as hemofiltration. This is also underlined. Hemofiltration. ഏത് ടൈപ്പ് ഡയാലിസിസ് ആണ് നമ്മൾ ഹീമോഫിൽട്രേഷൻ എന്നറിയപ്പെടുന്നത്? ഏതാണ്? CRRT. 2 ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം കേട്ടോ. 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് ICU കിടക്കുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത് CRRT ആണ്. ആ ടൈപ്പ് ഡയാലിസിസ് ആണ് ചെയ്യുന്നത്. ഹീമോഫിൽട്രേഷൻ എന്നറിയപ്പെടുന്നതും CRRT തന്നെയാണ്. 2 അണ്ടർലൈൻ ചെയ്താൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. ഓക്കെ, യെസ്. ഇനി നോക്കി ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കി. അവിടെ എ മെഷീൻ പാസസ് ദ ബ്ലഡ് ത്രൂ എ ട്യൂബ്. ഒരു ട്യൂബിലൂടെ ഒരു മെഷീൻ ബ്ലഡിലേക്ക് കടത്തി വിടുക ചെയ്യുന്നത്. ഒരു ട്യൂബിലൂടെ ഒരു മെഷീൻ ബ്ലഡിലേക്ക് കടത്തി വിടും. എ മെഷീൻ പാസസ് ദ ബ്ലഡ് ത്രൂ എ ട്യൂബ്. ഒരു ട്യൂബിൽ കൂടെ ഈ ഒരു മെഷീന് ബ്ലഡിലേക്ക് കടത്തി വിടും. അവിടെ നിങ്ങളൊന്ന്
ഒന്ന് എഴുതി വെച്ച് അവിടെ എ ഫിൽറ്റർ ദെൻ എന്നുള്ളതൊന്ന് വെട്ടിയിട്ട് അവിടെ ഒന്ന് എഴുതാം കേട്ടോ. ഇറ്റ് ഫിൽറ്റേഴ്സ്, ആ മെഷീനാണ് ഫിൽറ്റർ ചെയ്യുന്നത്. ഇറ്റ് ഫിൽറ്റേഴ്സ് FILTERS and it filters and eliminates. കണ്ടോ ബാക്കി അവിടെ ഉണ്ട്. ഇറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് എലിമിനേറ്റ്സ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, ഒരു ട്യൂബിൽ കൂടെ ഒരു മെഷീൻ ബ്ലഡിലേക്ക് കടത്തി വിടുക ചെയ്യുന്നത്. ഇറ്റ് ഫിൽറ്റേഴ്സ്, അത് എന്ത് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യും. ആൻഡ് എലിമിനേറ്റ് ദ വേസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് വാട്ടർ, വേസ്റ്റ് ആയിട്ടുള്ള ബ്ലഡിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള്, വാട്ടർ, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യും, അതിനെയൊക്കെ വലിച്ചെടുക്കും. ദ ബ്ലഡ് ഈസ് റിട്ടേൺ ടു ദ ബോഡി, ബ്ലഡ് നമ്മൾ ആ തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കയറ്റും. ടുഗദർ വിത്ത് ദ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിന്റെ ഒപ്പം തന്നെ, റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ ഒപ്പം തന്നെ ഇറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് എലിമിനേറ്റ് ദ വേസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് വാട്ടർ. ഓക്കെ, ശരിയാണ്. അപ്പൊ ഇറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് എന്ന് അവിടെ ഒന്ന് ചേർത്താൽ മതി, എന്നാൽ ആ സെന്റൻസ് ഒന്ന് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. നിങ്ങൾ ഒരു ബന്ധമില്ലാത്തവരിക്കും. ഇറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് എലിമിനേറ്റ് ദ വേസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് വാട്ടർ. അപ്പൊ അത് ആ മെഷീൻ എന്ത് ചെയ്യുന്നു, വേസ്റ്റ് പ്രൊഡക്ട്സ് വാട്ടറിനെയൊക്കെ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു. എന്നിട്ട് ആ ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കൊടുക്കുന്നു. ടുഗദർ വിത്ത് ദ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിനൊപ്പം തന്നെ ആ ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. ദിസ് പ്രൊസീജിയർ ഈസ് ഡിസ്ചാർജ് ഓർ പെർഫോംഡ്. ഡിസ്ചാർജ് എന്നാണ് പെർഫോംഡ് ആക്കാം. ഇത് ഈ പ്രൊസീജിയർ നടത്തുന്നത് എത്ര സമയം നോക്കിയേ, 12 to 24 hours a day. ഒരു ദിവസത്തില്, അതായത് നമ്മൾ മൊത്തം ഡേ എന്ന് പറയാം അല്ലെ, 24 hours അല്ലെ 1 day എന്ന് പറയുന്നത്. 12 തുടങ്ങി 24 hours വരെ ചെയ്യാം. നോർമലി എവരി ഡേ, മൊത്തത്തില് സാധാരണയായിട്ട് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാം. അങ്ങനെ ICUയിൽ കിടക്കുന്ന, കിഡ്നി രോഗം വളരെയധികം സിവിയർ ആയിട്ട് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്നതാണ് ഇത് CRRT എന്ന് പറയുന്നത്. ഇതൊരു മെഷീൻ തന്നെയാണ്. ആ ഒരു ട്യൂബിലൂടെ മെഷീന് ബ്ലഡിലേക്ക് കടത്തി വിടുന്നു. അത് എന്ത് ചെയ്യുന്നു, വേസ്റ്റ് പ്രൊഡക്ട്സിന്റെ വാട്ടറിനെയൊക്കെ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് തിരിച്ചാ ബ്ലഡ് ആ ബോഡിയിലേക്ക് തന്നെ കയറ്റുക ചെയ്യുന്നത്. ഇത് 12 to 24 hours ചെയ്തുകൊണ്ടേയിരിക്കും. ആ പേഷ്യന്റിന് അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ളതല്ലേ, ചെയ്തുകൊണ്ടിരിക്കും. നോർമലി എവരി ഡേ, സാധാരണയായിട്ട് എല്ലാ ദിവസവും ചെയ്യും. അപ്പൊ അങ്ങനെ 3 തരത്തിലുള്ള ഡയാലിസിസ് ആണ്. ഹീമോഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, സി എന്ന് പറയുന്നത് CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതിലെ ഫസ്റ്റ് ലൈനും സെക്കൻഡ് സെന്റൻസും അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. ഇനി അടുത്തത് അഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മളിപ്പോ ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യൂലേ, അതിന്റെ നമ്മളപ്പോ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് അതിനുള്ള അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ, ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് the effectiveness of your dialysis. ഡയാലിസിന്റെ എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ ഫലപ്രാപ്തി കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി. അത് എന്താ പറയാ, ICUയിൽ കിടക്കുന്നവർക്കാണ്. അപ്പൊ അതിനനുസരിച്ച് തന്നെയാണ് അവർ ചെയ്യുന്നത്. അവർക്കിടെ അതെല്ലാം ചെക്ക് ചെയ്ത് ബ്ലഡ് പ്രഷർ ആണെങ്കിലും ഇതൊക്കെ നോക്കി അതിന് ആപ്റ്റായിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പേഷ്യന്റിന് ഒരു റിസ്ക് ഒന്നുമില്ല, പേഷ്യന്റ് അറിയാൻ കൂടി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്നവർക്ക് ഫുള്ള് മെഷീന്റെ ഇതോടുകൂടി തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നോക്കിയേ, ഇതിനകത്ത് ഇപ്പൊ നമ്മളൊരു മെഡിസിൻ ഡോക്ടർ നമ്മളോട് പറയാം, നമ്മളത് കഴിക്കുമ്പോഴേ ഇപ്പൊ ഡോക്ടർ പറയാം, നമുക്ക് അതിനകത്ത് കറക്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഇപ്പൊ ആഹാരത്തിന് മുന്നേ കഴിക്കണം, അങ്ങനെ ഉണ്ടാവും അല്ലെ. 1 വീതം 2 നേരം അല്ലെങ്കിൽ 3 നേരം കഴിക്കണം അല്ലെ. ഇത് മെഡിസിൻ കഴിക്കുമ്പോൾ നിങ്ങൾ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, അങ്ങനെയൊക്കെ കുറച്ച് പ്രിസ്ക്രിപ്ഷൻ നമ്മളോട് പറയും അല്ലെ. ആഹാരത്തിന് മുന്നേ കഴിക്കണം എന്ന് പറഞ്ഞാൽ എത്ര പേര് കഴിക്കാറുണ്ട് ആഹാരത്തിന് മുന്നേ? ചിലപ്പോ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴായിരിക്കും ഗുളികയുടെ എല്ലാവരും അല്ലെ. നമ്മളത് കറക്റ്റ് ആയിട്ട് എല്ലാവരും എനിക്ക് തോന്നുന്നില്ല, കുറച്ചു പേരെങ്കിലും ഒക്കെ അത് മറന്നു പോകും അല്ലെ. എത്ര പേര് അങ്ങനെ കഴിക്കാറുണ്ട് കറക്റ്റ് ആയിട്ട്?
ചിലപ്പോ ആദ്യത്തെ ദിവസമൊക്കെ കഴിക്കായിരിക്കും, ഒരു ദിവസം 2 ദിവസമൊക്കെ കറക്റ്റ് ചിലപ്പോൾ, പിന്നെ 3-ാമത്തെ ദിവസം നമ്മുടെ ആ വേദനയൊക്കെ കുറഞ്ഞ മറന്നു പോകുന്നത് കണ്ടോ. കീർത്തന അപ്പൊ തന്നെ സ്റ്റാൻഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ശരിയാണ്, ഓർമ്മയില്ലെങ്കിൽ ആരും അങ്ങനെ തന്നെയാ കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് എന്തെങ്കിലും തീരെ വയ്യെങ്കിൽ മാത്രമല്ലേ നമ്മള് തൈറോയിഡ് ഇതൊക്കെ കഴിക്കുന്നുണ്ടോ, തൈറോയിഡ് ഒക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കണം കേട്ടോ. ഡോക്ടർ പറയുന്ന പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചൊക്കെ കഴിക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഒരു പനി വന്നു, നമ്മൾ ടാബ്ലറ്റ് കഴിച്ചു. അപ്പൊ ആദ്യത്തെ ദിവസം നമുക്ക് നല്ല പനി മേലുവേദനയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അയ്യോ മരുന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കും. 2-ാമത്തെ ദിവസം ഇതുപോലെ തന്നെ. 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ കാര്യം കേട്ടോ, നമ്മൾ കൂടുതൽ മക്കളുടെ കാര്യത്തിലും ഹസ്ബൻഡിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കണേ അല്ലേ. നിങ്ങളൊക്കെ അങ്ങനെയല്ലേ അല്ലെ. നമ്മുടെ കാര്യം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും അല്ലെ. അവരുടെ കാര്യം ഇപ്പൊ നമ്മൾ ഓക്കെ ആക്കി കറക്റ്റ് ആക്കി, അയ്യോ അതേ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കറക്റ്റ് സമയത്തിന് മരുന്നൊക്കെ എടുത്തു കൊടുക്കും, നമ്മൾ മറന്നു ചിലപ്പോ അല്ലെ. അതങ്ങനെയാണ് നോർമലി അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ, നമ്മുടെ കാര്യം അവിടെ അങ്ങനെ കിടക്കും. അപ്പൊ എന്താ പറയുക, 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ മറന്നേ പോകാം അല്ലെ. വേദനയൊക്കെ കുറയുമ്പോൾ മരുന്ന് കഴിക്കുന്നത് ഇപ്പൊ മിക്കവാറും ഒരു സ്റ്റിപ്സ് തന്നു കഴിഞ്ഞാൽ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് വളരെ കുറവായിരിക്കും അല്ലെ. വേദന തീർന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കണ്ടിന്യൂസ് അത് അത്രയും കഴിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും തന്നെ നമ്മൾ ശരിക്കും കഴിക്കണം. എന്നാലാണ് ഫുള്ളായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് ആ ഒരു ഇതൊക്കെ മാറുള്ളൂ. ഇവിടെ അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടർ നമ്മളിപ്പോ ആഹാരത്തിന് മുന്നേ കഴിക്കണം എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് മുന്നേ തന്നെ കഴിക്കണം, അങ്ങനെ വേണം. പിന്നെ അതുപോലെ 3 നേരം കഴിക്കണം എന്ന് പറഞ്ഞാൽ 3 നേരം കഴിക്കണം. പിന്നെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം പറഞ്ഞാൽ അത് ഒഴിവാക്കണം. എന്നാലാണ് നമ്മൾ ആ ട്രീറ്റ്മെന്റ് ചെയ്യണതിന്റെ കറക്റ്റ് ഫലപ്രാപ്തി നമുക്ക് കിട്ടുള്ളൂ അല്ലെ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇപ്പൊ ഈ കുറച്ച് പോയിന്റ്സ് അവിടെ തന്നിട്ടില്ലേ, ഇത് നമ്മൾ കറക്റ്റ് ആയിട്ടൊക്കെ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യണതിന്റെ ആ കറക്റ്റ് നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മള് ഡോക്ടർ പറയണത് ഒരു രീതിയിൽ ഡോക്ടർ പറഞ്ഞോട്ടെ, ഞാൻ എന്റെ രീതിക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ പറ്റില്ല. അപ്പൊ ഈ സ്റ്റെപ്സുകള്, ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് യുവർ ഡയാലിസിസ് ട്രീറ്റ്മെന്റ്. നമ്മുടെ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഫലപ്രാപ്തി കൂട്ടാനുള്ള കുറച്ച് സ്റ്റെപ്സുകളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാട്ടോ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നോക്കി. ഫസ്റ്റ് വൺ, complete the treatment as per to recommended schedule. അതാണ് ആദ്യം ചെയ്യണ്ടേ. എന്താണ്, ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം as per to recommended schedule. നമുക്ക് അത് അനുസരിച്ചിട്ടുള്ള ആ ഷെഡ്യൂൾ, നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കുക. പകുതി വെച്ച് നിർത്തരുതെന്ന്. അപ്പൊ 3 പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞോ 2 പ്രാവശ്യം ചെയ്ത് നിർത്തരുത്, 3 പ്രാവശ്യം തന്നെ ചെയ്യേണ്ട വരും. അപ്പൊ ആ ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കുക. ഫസ്റ്റ് പോയിന്റ് കിട്ടിയില്ലേ, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. ഓക്കെ, ആ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കുക. അപ്പൊ നമുക്ക് അത് ഡയാലിസിസിന്റെ നമുക്ക് കറക്റ്റ് അതിന്റെ നമ്മൾ ചെയ്യണത് ഇത് കൂടും, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടും, അല്ലെങ്കിൽ അതിന്റെ ഫലപ്രാപ്തി കൂടും എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത് നോക്കി, എബൈഡ്. എബൈഡ് ചെയ്യാന്ന് വെച്ചാൽ പാലിക്കുക. എബൈഡ് പാലിക്കുക. കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ഡയറ്റീഷ്യൻ. കണ്ടോ ഇവിടെ നോക്കിയേ, എങ്ങനെയായിരിക്കണം ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ ഈറ്റിംഗ് പ്ലാൻ നമ്മൾ പാലിക്കുക അല്ലെ. ഇതൊക്കെ ഡാൻസസ് ഒക്കെ ചെയ്യണവർക്ക് അറിയാം, അവർക്ക് കറക്റ്റ് ആയിട്ട് പറയും ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കാമോളൂ, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണമൊക്കെ കഴിക്കാമോളൂ എന്നൊക്കെ പറയൂലേ. ചെയ്യുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ചെയ്യുന്നവരോട് ചോദിച്ചാലും അറിയാം. ആ ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം തന്നെ നമ്മുടെ ഭക്ഷണക്രമം നമ്മൾ പാലിക്കണം. നമുക്ക് തോന്നിയ രീതിയിൽ ഒന്നും കഴിക്കാൻ പാടില്ല. ഡയറ്റീഷ്യൻ പറയും ഇങ്ങനെയൊക്കെ ഏതൊക്കെ ഫുഡുകൾ എങ്ങനെയൊക്കെ കഴിക്കണം, എത്രത്തോളം കഴിക്കണം എന്നുള്ളത്. വെള്ളം വരെയും നമ്മളത് ഡയാലിസിസ് ചെയ്യണമൊക്കെ അറിയാം, എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാൻ പാടും എന്നൊക്കെ ഉണ്ട് കറക്റ്റ് ആയിട്ട്. അപ്പൊ അത് എന്താ പറയാ, ഇതെല്ലാം ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ നമ്മുടെ ഭക്ഷണക്രമം പാലിക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഇപ്പൊ അത് നമ്മൾ ഓരോ പേഷ്യന്റിനെ അനുസരിച്ച് ഇതുപോലെ വ്യത്യാസപ്പെടാം കേട്ടോ. ഓരോ പേഷ്യന്റിനെയും ചെന്ന് കണ്ട് അവരുടെ മെഡിക്കൽ കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ നോക്കി എത്രത്തോളം വേസ്റ്റ് ഉണ്ടാവുന്നുണ്ട് ഇതെല്ലാം അവിടെ നോക്കും. അതൊക്കെ അനുസരിച്ച് ആ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച്, ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ ഡയറ്റീഷ്യന്റെ നിർദ്ദേശം അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അങ്ങനെ ചെയ്താലാണ് എന്താ നമ്മൾ ആ ഡയാലിസിസ് ചെയ്യണതിന്റെ പൂർണ്ണമായിട്ട് നമുക്ക് അതിന്റെ ആ ഗുണം കിട്ടുള്ളൂ. അടുത്ത് നോക്കിയേ,
മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഗെറ്റ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആസ് പോസിബിൾ ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നമ്മുടെ സ്ട്രെങ്ത് മെച്ചപ്പെടാൻ, ആരോഗ്യം നമ്മുടെ മെച്ചപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുക. ചെറിയ ചെറിയ കുഞ്ഞ് എക്സസൈസ് ഒക്കെ ഉണ്ടാവില്ലേ? കുഞ്ഞു കുഞ്ഞു എക്സസൈസ് നമ്മുടെ ബോഡി സ്ട്രെങ്തൻ ചെയ്യാനും അതുകൊണ്ട് ഹാർട്ടിന്റെ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സാധ്യമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു എക്സസൈസ് മിക്ക ട്രീറ്റ്മെന്റും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണവർക്ക് അറിയാം എന്താ ചെറിയ ചെറിയ എക്സസൈസുകളും ആ കൂട്ടത്തില് ചെയ്യണം എന്ന്. അത് ഡോക്ടർ പറഞ്ഞു തരും എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്കത് കാണിച്ച് ഇത് തരും. ഇതിന്റെ ഒപ്പം തന്നെ ചെറിയ ഇത് ചെയ്യേണ്ടത് അല്ലെ. ചില ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ പറയാറില്ലേ? ഇല്ലേ? ഇല്ലേ? ആ വീട്ടില് പറയാട്ടോ, എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതിരിക്കാണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ ചെറിയ ചെറിയ എക്സസൈസുകൾ ഇതുപോലെ രാവിലെ അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. ഡോക്ടർ തേയ്മാനം അതൊക്കെ ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. അപ്പൊ ഇതുപോലെ ചെറിയ കുഞ്ഞു എക്സസൈസുകൾ അവർക്ക് ഇങ്ങനെ കൊടുക്കും. എന്താ അവരുടെ സ്ട്രെങ്ത് ചെയ്യാൻ ആ മരുന്നുകളൊക്കെ കഴിക്കുവാണല്ലോ, അവരതൊക്കെ ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോ തന്നെ ഇതുപോലെ ചെറിയ എക്സസൈസ് നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിനും സ്ട്രെങ്തൻ ബോഡി സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. പിന്നെ അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് എന്താ? കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ് പ്രൊവൈഡർ ആൻഡ് ഫാർമസിസ്റ്റ് അബൌട്ട് എനി മെഡിക്കേഷൻ സപ്ലിമെന്റ്സ് ഓഫ് ഹെർബൽ പ്രൊഡക്റ്റ്. ഹെർബൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഇതാണ് കേട്ടോ. പ്രൊഡക്ട്സ് മെയ്ഡ് ഫ്രം പ്ലാന്റ്സ് ആണ് ഹെർബൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസീസ് ട്രീറ്റ്മെന്റിനൊക്കെ പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്ന എടുക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഹെർബൽ പ്രൊഡക്റ്റ്. യു ആർ ടേക്കിംഗ് ഓർ ആർ കൺസിഡറിങ് സ്റ്റാർട്ടിങ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് നമ്മൾ ഡയാലിസിസ് പ്രൊവൈഡർ, നമുക്ക് ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുണ്ടല്ലോ, ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുമായിട്ട് നമ്മളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എന്തിനാ? എബൌട്ട് എനി മെഡിക്കേഷൻ, മരുന്നുകളെ സംബന്ധിച്ചാണെങ്കിലും ഇനി സപ്ലിമെന്റ്സ് അതിന് നമ്മൾ മേടിക്കുന്ന കാര്യങ്ങളായാലും ഹെർബൽ പ്രൊഡക്ട്സുകളാണെങ്കിലും അത് നമ്മൾ ഈ ഡിസീസ് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കൂലേ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തൊക്കെ ആണെങ്കിലും എന്താ ഈ ഡയാലിസിസ് പ്രൊവൈഡറിനോട് അല്ലെങ്കിൽ ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും മരുന്നുകളെ സംബന്ധിച്ചോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് നേരെ സംസാരിച്ച് ക്ലിയർ ചെയ്യണത്. നമുക്കത് നമ്മുടെ രീതിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഗസ് ചെയ്തൊന്നും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മരുന്നുകൾ, ചികിത്സ എന്നുള്ളത്. മരുന്നുകളെ സംബന്ധിച്ചോ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാനോ ഉണ്ടെങ്കിലോ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളത് ക്ലിയർ ചെയ്യണം. ഓക്കെ, അത് തന്നെയാണ് അടുത്ത പോയിന്റിൽ പറഞ്ഞിരുന്നത്. ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം. ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. എബൌട്ട് എനി ആൻസൈറ്റി, നമുക്ക് എന്തെങ്കിലും ഉത്കണ്ഠകളോ ഓർ സൈഡ് എഫക്ട്സ് that you may have, നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരാം. ചിലപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ വരാലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വലിയ ഉത്കണ്ഠ, അയ്യോ ഇതെങ്ങനെ ചെയ്യും എന്താണെന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഉത്കണ്ഠയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. അവരോടൊക്കെ ഷെയർ ചെയ്യണം. ഞാനിതിപ്പോ ഇങ്ങനെ ചെയ്തപ്പോ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി, ഇനി ഞാനപ്പോ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആ ഡയാലിസിസ് ടീമുമായിട്ട് ചോദിച്ച് അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ സംസാരിക്കണം. അത്രയും കാര്യങ്ങൾ. ഇപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഡയാലിസിസ് ചെയ്യണതിന്റെ നല്ല ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അതിന്റെ നമുക്ക് നല്ല ഗുണം കിട്ടും. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, പോയിന്റ്സുകൾ ക്ലിയർ അല്ലേ? 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞത് ക്ലിയർ ആണോ നോക്കിയേ? അതായത് റെക്കമെൻഡ് ചെയ്ത ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കണം. പകുതി വെച്ച് നിർത്തരുത് കേട്ടോ. പകുതി വെച്ച് നിർത്താൻ പാടില്ല. അതനുസരിച്ച് തന്നെ കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. പിന്നെ നമ്മുടെ ഈറ്റിംഗ് പ്ലാന് ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ നമ്മൾ പാലിക്കണം. പിന്നെ നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും ഹാർട്ടിന്റെ ഹെൽത്തിനൊക്കെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം. പിന്നെ നമ്മൾ ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റോ ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്തിനാ നമ്മൾ എന്തെങ്കിലും മരുന്നുകളോ
അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് സപ്ലൈകളോ അല്ലെങ്കിൽ ഹെർബൽ പ്രോഡക്ട്സ് ഇതിനെ കുറിച്ചൊക്കെ നമ്മളത് ഇതിന്റെ ഡയാലിസിസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ലാസ്റ്റത്തെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യണം. ചില കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറിനെയോ നേഴ്സിനെയൊക്കെ വിളിച്ചൊന്ന് ക്ലിയർ ചെയ്യാറില്ലേ, ഇല്ലേ? സർജറി ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഇതുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയണം. അല്ലെങ്കിൽ ഡോക്ടറിനെ പോയി കാണണം. ഞാൻ ഇത് കഴിച്ചപ്പോ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചോദിക്കണമല്ലോ. അത് അതും വെച്ച് ഇത് മാത്രമല്ല, എന്ത് അസുഖം നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിലും നമുക്ക് അത് ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ അല്ല, നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ക്ലിയർ അല്ല, അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യണം. ഒരിക്കലും നമ്മൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കരുത്, എല്ലാം ക്ലിയർ ചെയ്ത് പോകണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാഴ്ച കിടന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോഴാണ് ഡിസ്ചാർജ് സമ്മറി നമുക്ക് തരും, മെഡിസിൻസ് ഒക്കെ തരും. എങ്കിലും നമ്മൾ പോരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ലിയർ ചെയ്ത് പോരുക. കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി ഇനി എങ്ങനെയാണ് നമ്മൾ ബാക്കി ഇത് ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പോരുക. ഇനി വീട്ടിൽ വന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും സൈഡ് എഫക്ട്സോ ഉണ്ടെങ്കിലും നമ്മൾ അത് കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ. ഇപ്പൊ ചെറിയ മരുന്ന് കഴിക്കുമ്പോഴാണെങ്കിൽ നമുക്കൊരു അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മളത് പറയണം, ഡോക്ടറിന്റെ അടുത്ത് പറയണം. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടും. ഇനി അടുത്തത് ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഇനി ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പലർക്കും പല രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. ബോത്ത് കൈൻഡ് ഓഫ് ഡയാലിസിസ് കം വിത്ത് സൈഡ് എഫക്ട്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് ടൈപ്പ് എല്ലാ ഡയാലിസിസിനും അതിൻ്റെതായ ബോത്ത് കൈൻഡ് ഓഫ് ഡയാലിസിസ്, ഹീമോഡയാലിസിസ് ആയിക്കോട്ടെ പെരിറ്റോണിയൽ ഡയാലിസിസ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും അതിന് ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ട്. Both kind of dialysis come with the side effects. It can also be difficult to tell surely whether its symptoms is because of dialysis or the kidney failure that is also affecting the body. അപ്പൊ ഇതിന്റെ സിംറ്റംസ് നമ്മൾ കറക്റ്റ് ആയിട്ട് പല ഇതും പറയുന്നുണ്ട് കേട്ടോ. പലർക്കും പല രീതിയാണ് പറഞ്ഞേക്കണേ കണ്ടോ. അപ്പൊ അതായത് ഇതിന്റെ സിംറ്റംസ് നമുക്ക് ഷുവർ ആയിട്ട് പറയാന്നുള്ളത് ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണെന്ന്. ഇപ്പൊ ഞാൻ ഒരു മരുന്ന് കഴിച്ചു, എനിക്കത് അലർജി ആയിരുന്നു. പക്ഷെ നിങ്ങളുടെ കൂടെ ഇപ്പൊ ആരാ പറയുന്നത്, അശ്വതിയാണ് ആ ടാബ്ലറ്റ് കഴിക്കുന്നെങ്കിൽ അശ്വതിക്ക് ചിലപ്പോൾ വേറെ രീതിയിലാവാം. ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല സൈഡ് എഫക്ട്സ് അല്ലെ. ചിലർക്ക് എന്താ കുഴപ്പമുണ്ടാവും, സിനി ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ക്ലാസ്സിൽ സിനി ഇരിക്കുന്നുണ്ട്, ആ സിനിക്കാണ് ചിലപ്പോൾ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവണമെന്നില്ല അല്ലെ. പലർക്കും അതൊക്കെ നമ്മുടെ ബോഡിയിൽ എങ്ങനെ അഫക്ട് ചെയ്യുന്നത്, നമ്മുടെ ബോഡി കണ്ടീഷൻ ആയിരിക്കും. ഒരു ടാബ്ലറ്റ് എല്ലാവർക്കും കഴിക്കുമ്പോൾ എല്ലാവർക്കും അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവണമെന്നില്ല, ചിലർക്ക് ഉണ്ടാകാം. അതും ഒരേപോലെ ആവണമെന്നില്ല. അതുപോലെ തന്നെ നമ്മളിവിടെ ഇതിന്റെ ആ സിംറ്റംസ് നമുക്ക് ഷുവർ ആയിട്ട് പറയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫിക്കൽട്ട് ടു ടെൽ ഷുവർലി whether its symptoms is because because of dialysis or the kidney failure that is also affecting the body. നമ്മുടെ ബോഡിനെ അത് എങ്ങനെയാ അഫക്ട് ചെയ്യുന്നത്, അത് ഡയാലിസിസ് എങ്ങനെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ അനുസരിച്ച് നമുക്ക് ആ സിംറ്റംസ് വ്യത്യാസപ്പെടാം. Some of the most common after effects the people tell of include. സാധാരണയായിട്ട് ആളുകൾ പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് സിംറ്റംസ് ആണ് പറയുന്നത്. ഇതിനകത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിനകത്ത് ഹീമോഡയാലിസിസിന്റെ സിംറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സിംറ്റംസ് ഓഫ് ഹീമോഡയാലിസിസ്? അങ്ങനെ ചോദിക്കാം. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സിംറ്റംസുകളും ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പൊ രണ്ടിന്റെ സിംറ്റംസ് പഠിച്ചു വെക്കണം. ഓക്കെ. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, മറ്റൊന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാലോ. അപ്പൊ നോക്കിയേ, ഫസ്റ്റത്തെയാണ് ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ എന്തെന്ന് നോക്കി. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസ് സൈറ്റ് എൻട്രൻസ് പോയിന്റ്. അവിടെ എന്താ സ്റ്റോപ്പേജ് ഒരു തടസ്സം, ഒരു ബ്ലോക്ക് ഉണ്ടാവും. വാസ്കുലർ അസസ് സൈറ്റില് ചിലപ്പോ ഒരു തടസ്സം ഉണ്ടാകാം. നമ്മൾ ആ ബ്ലഡ് പുറത്തേക്ക് എടുക്കും, ബ്ലഡ് നമ്മൾ തിരിച്ച് പ്യൂരിഫൈ ചെയ്തിട്ട് അകത്തേക്കും കയറ്റുന്ന വാസ്കുലർ അസസ് സൈറ്റില്ലേ, ഫിസ്റ്റുല ഗ്രാഫ്റ്റ്, അവിടെയൊക്കെ ചെറിയൊരു ബ്ലോക്ക്, ഒരു തടസ്സം ഉണ്ടാക്കാം. അതൊരു സിംറ്റംസ് ആയിട്ട് പറയുന്നത്. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസ് സൈറ്റ്. അടുത്ത് നോക്കിയേ, മസ്കുലർ സ്പാസം എന്ന് വെച്ചാൽ പേശി രോഗാവസ്ഥ.
അറിയില്ലാത്തവര് അതിന്റെ അവിടെ എഴുതി വെച്ചോ കേട്ടോ. പേശിയിലുള്ള രോഗാവസ്ഥ, പേശികൾക്ക് വരുന്ന മസിൽസിന് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട്, പേശി രോഗാവസ്ഥ. അറിയില്ലാത്തവര് എഴുതി വെച്ചോ. നിങ്ങളുടെ ടെക്സ്റ്റ് അല്ലേ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കണം. ഇനിയും വായിക്കുമ്പോൾ നമുക്ക് അത് എന്താന്ന് മനസ്സിലാവണം. അറിയില്ലാത്തവര് ഇപ്പൊ എല്ലാവരും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞവരൊക്കെ ഇല്ലേ, ഒത്തിരി പേരില്ലേ? നമ്മള് ബേസ് പ്ലസ് ടു ആണ് പറയുന്നത് അല്ലെ. കുറെ നാളൊക്കെ നമ്മള് ക്ലാസ്സിലിരിക്കാതെ കുറച്ച് ഗ്യാപ്പിട്ട് ക്ലാസ്സിലൊക്കെ കയറിയവരുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും നമ്മൾ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് മാക്സിമം ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും ഇവിടെ ഇരിക്കുന്നുണ്ടാവും അല്ലെ. രണ്ട് ടൈപ്പ് ആളുകൾ ഉണ്ടാവും, ഒട്ടും അറിയില്ലാത്തവരും എല്ലാം അറിയാവുന്നവരും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അറിയില്ലാത്തവര് സുഖുരാജ്, ഓക്കെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാം ഇനി. അപ്പൊ നിങ്ങളും എന്താ പറയാ പഠിച്ചോണ്ടേ, ഇനിയിപ്പൊ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാണ്. അപ്പൊ അറിയില്ലാത്ത മീനിങ്ങുകൾ ഉണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക. ഇനിയും വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവാൻ വേണ്ടി. പേശി രോഗാവസ്ഥ, പോസിബിൾ കൺവേർഷൻ ഓഫ് മസിൽസ് ഓർ ഗ്രൂപ്പ് ഓഫ് മസിൽസ്. അവിടെ ഇതുവരെയും ഇട്ട് കഴിഞ്ഞു മീനിങ് വരും. ഓക്കെ, അതായത് എത്ര എഴുതി വെക്കുക? പേശി രോഗാവസ്ഥ, മസ്കുലർ സ്പാസം. അടുത്ത് നോക്കിയേ, പൊട്ടൻഷ്യൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞ BP, സോറി ഹൈപ്പോടെൻഷൻ. ഹൈപ്പോടെൻഷൻ ബ്ലഡ് പ്രഷർ, അതായത് BP കുറയാൻ കാരണമാകും. BP കുറയാൻ കാരണമാകും. ഹൈപ്പോടെൻഷൻ കുറയുക, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ ടെൻഷൻ ആണ് BP കൂടുക അല്ലെ. അപ്പൊ ബ്ലഡ് പ്രഷർ കുറയും, അതാണ് ഒന്നാമത്തെ. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് BP കുറയും. പിന്നെ അടുത്ത് നോക്കിയ വീക്ക്നെസ്, ദെൻ ഡിസ്നെസ്. ഡിസ്നെസ് എന്ന് പറഞ്ഞാൽ തലകറക്കം, തലകറങ്ങ. ഡിസിനസ് തലകറക്കം. ഓർ നോസിയ. നോസിയ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കാനം. ഓക്കെ, വെരി ഗുഡ്. കുക്കു മോള് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഓക്കാനം. ഓക്കെ, നോസിയ. കുക്കു എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യണ്ടോ? എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ല, സഫീറ ആണ്. ഓ, സഫീറ ആണല്ലേ. കുക്കുമോൾ എന്ന് പറഞ്ഞാലാണ് ജോയിൻ ചെയ്തേക്കണേ അല്ലെ. ഓ, സഫീറ റേഡിയോളജിയിലാണല്ലേ പറഞ്ഞ മോള്? യെസ്. അപ്പോ അവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്? വീക്ക്നെസ്, നമുക്ക് ക്ഷീണമൊക്കെ വരാം. പിന്നെ ഡിസിനെസ് എന്ന് വെച്ചാൽ തലകറക്കം വരാം, അല്ലെങ്കിൽ രശ്മി. ഓക്കെ, നോസിയ, ഓക്കാനം വരാം. നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം. പിന്നെ അടുത്ത് ബ്ലഡ് ലോസ്, നമുക്ക് ബ്ലഡ് കുറയാം, ബ്ലഡ് ലോസ്. ഇത്രയാണ് HD ഹീമോ ഡയാലിസിന്റെ സിംറ്റംസിൽ വരുന്നത്. പെട്ടെന്ന് നോക്കിയേ. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ എസസൈറ്റ്, എൻട്രൻസ് പോയിന്റ്, അത് ഒരു ബ്ലോക്ക്, ഒരു തടസ്സം വരാം. മസ്കുലർ സ്പാസം, പേശി രോഗാവസ്ഥ ഉണ്ടാകാം. ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ, BP കുറയാൻ കാരണമാകാം. വീക്ക്നെസ്, ഡിസിനെസ് ഓർ നോസിയ. അവിടെ ക്ഷീണം വരാം, തലകറക്കം വരാം. നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം വരാം. ബ്ലഡ് ലോസ്, ബ്ലഡ് നഷ്ടപ്പെടാം. ഇനി അടുത്ത് നോക്കിയേ, PD പെരിറ്റോണിയൽ ഡയാലിസിന്റെ സിംറ്റംസ്. ഹെർണിയ എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് കുറച്ച് ബ്ലഡിന്റെ അളവ് കുറയാം എന്നുള്ളത് കേട്ടോ. ബ്ലഡ് ലോസ്, ബ്ലഡ് കുറയാം. ഇനി നോക്കിയേ, PD ആണെങ്കിലോ? PD എന്താണ് പറയാ? പെരിറ്റോണിയൽ ഡയാലിസിന്റെ സിംറ്റംസ് ഹെർണിയ. ഹെർണിയ എന്ന് പറഞ്ഞാൽ എന്താ? കുടലിറക്കം എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? കുടലിറക്കം. മലയാളമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, അറിയില്ലാത്തവർ എഴുതി വെച്ചോ. ഹെർണിയ, കുടലിറക്കം. ഓക്കെ, വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൺ പ്രസന്റിംഗ് ആസ് എ ലംപ് ഓർ സ്വെല്ലൻ ആർ. അതായത് നമ്മുടെ പേശി ഭിത്തിയുടെ ബലക്കുറവ് കാരണോ അല്ലെങ്കിൽ വയറിനകത്തുണ്ടാകുന്ന പ്രഷർ മൂലമോ നമ്മുടെ കുടല് പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന അവസ്ഥ, സ്വെല്ല് ചെയ്ത് വരുന്ന അവസ്ഥ. സ്വെല്ല് ചെയ്യാന്ന് വെച്ചാൽ വീർത്ത് വരും. എനിക്കുണ്ടോ? അഭിരാമിക്കുണ്ടോ? അതെ, ഹെർണിയുണ്ടോ? ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യണ്ടോ ഹെർണിയുടെ? ഉണ്ടല്ലേ. ഓക്കെ, വേറെന്തെങ്കിലും
ഉണ്ട്. ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യണ്ട. എങ്ങനെയാണ് ഇപ്പൊ ഭക്ഷണത്തിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാണോ ചെയ്യുന്നേ? ഓക്കെ ആണോ? ഓക്കെ. അടുത്ത് നോക്കിയേ. അപ്പൊ ഹെർണിയ എന്ന് പറഞ്ഞ എന്താണ്? എക്സസൈസ് ചെയ്യണം അല്ലെ? ഓക്കെ. ഞാനത് പറയാം. നോക്കി ഇവിടെ ഹെർണിയയുടെ മലയാളം എന്താ? കുടലിറക്കം. നോക്കി എന്താ പറഞ്ഞേക്കുന്നത് ബ്രാക്കറ്റിൽ നോക്കിയേ. വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൺ പ്രസന്റിംഗ് ആസ് എ ലംപ് ഓർ സ്വെല്ലൻ ഹാർട്ട്. അതായത് പേശി ഭിത്തിയുടെ ബലക്കുറവ് കാരണം അബ്ഡോമന്റെ മസിൽസ് പേശി ഭിത്തിയുടെ ബലക്കുറവ് കാരണോ അല്ലെങ്കിൽ നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന പ്രഷർ മൂലമോ ഒക്കെ ഈ കുടല് പുറത്തേക്ക് സ്വെല്ല് ചെയ്ത് വരുന്ന അവസ്ഥ, പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഹെർണിയ. സ്വെല്ലൻ ബൾജ് ചെയ്ത് വരിക, പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥയാണ് ഈ ഹെർണിയ എന്ന് പറയുന്നത്. അത് വരാം. പിന്നെ അടുത്ത് വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടാൻ. നോർമലി നമുക്കുള്ള വെയിറ്റിൽ നിന്ന് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ വെയിറ്റ് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്, വെയിറ്റ് ഗെയിൻ. അപ്പൊ ഇതിനകത്ത് ഇത് പഠിക്കുകയല്ലേ എളുപ്പം. PDയുടെ 2 എണ്ണമേ പറയുന്നുള്ളൂ. അപ്പൊ അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഹെർണിയ ഉണ്ട്, വെയിറ്റ് ഗെയിൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഹീമോഡയാലിസിസിന്റെ സിംറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാലും PD പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സിംറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിച്ചാലും ഒക്കെ എഴുതാലോ. ഏതെങ്കിലും ഒരെണ്ണം തറവാക്കി വെക്കുക. അപ്പൊ നമുക്ക് മറ്റത് അതിനകത്ത് കയറി പോയിന്റ്സ് വരുവാണെങ്കിൽ PHDയുടെ ഹീമോഡയാലിസിസിന്റെ സിംറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ബ്ലഡ് ലോസ് തരാം, മസ്കുലർ സ്പാസം തരാം, ഹെർണിയ എന്ന് തരാം. അപ്പൊ അതിനകത്ത് അല്ല ഇൻക്ലൂഡ് ചെയ്യാത്തത് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഹെർണിയ എന്ന് എഴുതാം അല്ലെ. അങ്ങനെ നമ്മൾ ഒരെണ്ണം തറവാക്കി വെക്കുക നിങ്ങൾ കേട്ടോ. ഇത് അപ്പൊ രണ്ടാമത്തെ ആയിരിക്കും എളുപ്പം. 2 എണ്ണം പഠിച്ചാൽ മതിയല്ലോ. PD ഏതാ? ഹെർണിയ ഉണ്ട്, വെയിറ്റ് ഗെയിനും ഉണ്ട്. അത് രണ്ടുമാണ് പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സിംറ്റംസിൽ വരുന്നത്. ഓക്കെ, ഹെർണിയ, വെയിറ്റ് ഗെയിൻ. രണ്ട് അവിടെ ടിക്ക് ഇട്ട് വെച്ചോ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ടിക്ക് ഇട്ട് വെച്ചോ. ഒന്നില്ലെങ്കിൽ HDയിലെ സിംറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏത്. ഓക്കെ, ഏതാണ്? ഹെർണിയ ആണോ? ഹെർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വയറിന് അബ്ഡോമൻ മസിൽസിന് ഉണ്ടാകുന്ന ബലക്കുറവ്, പേശി ഭിത്തിയുടെ ബലക്കുറവ്, അല്ലെങ്കിൽ നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന ഒരു ചെറിയ പ്രഷർ, ഓക്കെ. ലംബ് എന്ന് പറഞ്ഞാൽ മുഴ എന്നുള്ള ഒരു മീനിങ് ആണ്. ലംബ് അല്ലെങ്കിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് വരിക എന്നുള്ളത്, അങ്ങനെ മുഴ പോലെ ഇങ്ങനെ തള്ളി വരിക എന്നുള്ളത്, അങ്ങനെ ഒരു മീനിങ് ഉണ്ടാവും. ലംബ് ഓർ സ്വെല്ലൻ എന്നല്ല പറഞ്ഞ, സ്വെല്ല് ചെയ്ത് വരിക. അപ്പൊ പേശിഭിത്തിയുടെ ബലക്കുറവ് കാരണോ അല്ലെങ്കിൽ വയറിനകത്ത് ഉണ്ടാകുന്ന പ്രഷർ കാരണോ ഒക്കെ കുടല് പുറത്തേക്ക് ഒന്ന് തള്ളി വരുന്ന, സ്വെല്ല് ചെയ്യുക, ബൾജ് ചെയ്യുക. ലംബ് എന്ന് പറഞ്ഞൊരു മുഴ പോലെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്ന ഒരവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ആണ് അതിന്റെ വെയിറ്റ് ഗെയിൻ. ഒരു ചെറിയ 2 ഇതും കൂടെ ഉള്ളൂ. നോക്കിയേ. ഈവൻ ദോ ദിസ് ആഫ്റ്റർ ഇഫക്ട്സ് മേ ബി സൗണ്ട് ടെറിഫയിങ്. ഇത് കേട്ടിട്ട് പേടിയായി ആർക്കെങ്കിലും? ഇത് നമ്മളെ കുറച്ച് പേടിപ്പെടുത്തുന്നതാണെങ്കിലും നോ, ഇല്ല. They should be compared to the risk that arise from continuous to live with the untreated kidney failure. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇതിന്റെ സൈഡ് എഫക്ട്സ് നമ്മളെ കുറച്ച് പേടിപ്പെടുത്തുന്നതായി തോന്നാമെങ്കിലും ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ, ഈ ഡയാലിസിസ് വന്നു അയ്യോ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും സൈഡ് എഫക്ട്സ് ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ പേടിച്ച് ഇത് ട്രീറ്റ് ചെയ്യാതെ, ചികിത്സിക്കാതെ നമ്മൾ ആ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ കിഡ്നി ഫെയിലിയറുമായിട്ട് തുടർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരവസ്ഥ അല്ലെ, അത് നമ്മൾ പറഞ്ഞല്ലോ. തുടർന്ന് നമുക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധ്യതയുമായി നമ്മൾ അതിനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കണം. ഓക്കെ,
നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ ഡയാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്, അത് പേടിയാന്ന് വിചാരിച്ച് നമ്മൾ ആ രോഗം കൊണ്ട് കൂടുതൽ കിഡ്നി ഫെയിലിയർ കൂടി അവസാനം മരണം വരെ സംഭവിക്കാം അല്ലെ. അത്രയും വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ പോകാം നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഈ സൈഡ് എഫക്ട്സ്, ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ കുറച്ച് പേടിപ്പെടുത്തുന്നതായി തോന്നാമെങ്കിലും നമ്മൾ എന്താ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ വൃക്കരോഗങ്ങൾക്ക് നമ്മൾ ചികിത്സിക്കാതെ നമ്മൾ അതിന്റെ ആ ഒരു റിസ്ക് ചികിത്സിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു റിസ്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം ഇതിനെ. അപ്പൊ ഏതാ നല്ലത്? ട്രീറ്റ്മെന്റ് എടുക്കുന്നത് തന്നെയല്ലേ നല്ലത് അല്ലേ? ട്രീറ്റ്മെന്റ് എടുക്കുന്നത് തന്നെയല്ലേ നല്ലത്? അപ്പൊ യെസ്, ഓക്കെ, വെരി മച്ച്. അത്രയുമാണ് അതിനകത്ത് വരുന്നത്. ഇത്രയും കാര്യങ്ങള് നമ്മൾ എടുത്തോളൂ. ആദ്യത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഡയാലിസിസ് സെന്റർ കുറച്ചും കൂടി ഉള്ളൂ. നമ്മള് ഏതാണ് ഇന്നിപ്പോ പെരിറ്റോണിയൽ ഡയാലിസിസ് 13 വർഷമായിട്ടോ സഫീറയുടെ ഹസ്ബൻഡിന്റെ ഫാദർ ഡയാലിസിസ് ചെയ്യുവാണോ? അതെ. എങ്ങനെയാ വീട്ടിലാ ചെയ്യാ? ഒരു മിനിറ്റ്, 2 മിനിറ്റ് ഉണ്ട്. ഞാൻ സഫീറ ഇവിടെ അൺമ്യൂട്ട് ചെയ്യുന്നു. ഞാൻ നോക്കിയേ. ഡയാലിസിസ് സെന്ററിലാണോ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നത്? ആ, ഓക്കെ ഓക്കെ ഓക്കെ. 13 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആൾക്ക് വേറെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോ? എന്തെങ്കിലും ഇപ്പോ പെയിൻ ഉണ്ട്? സഫീറ പറഞ്ഞോ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ 2 മിനിറ്റ് അല്ലേ ഉള്ളൂ. എന്തായാലും ഞാൻ പുതിയത് തുടങ്ങുന്നില്ല. നമുക്കൊന്ന് എല്ലാവർക്കും കേൾക്കാലോ. ഒന്ന് ഷെയർ ചെയ്യോ? ഹലോ ഹലോ. ആ, സഫീറ പറഞ്ഞു. 13 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹസ്ബൻഡിന്റെ ഫാദർ അല്ലേ? ഹോസ്പിറ്റലിലാണ് പോയി ചെയ്യുന്നത്. ഏതാണ് ഹീമോ ഡയാലിസിസ് ആണ്? ഹീമോ ഡയാലിസിസ് ആണ് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 എണ്ണം. ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യണം. 3 പ്രാവശ്യം ചെയ്യുന്നു. അതെ. അപ്പൊ നമ്മള് പോയി ചെയ്ത് വരണം അല്ലെ? അത് ചെയ്ത് വരുമ്പോ ഇതുപോലെ വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? ഇപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് ബ്ലഡ് നിക്കൂല. ചെയ്തു വന്നു കഴിഞ്ഞാല് സ്റ്റോപ്പ് ആവൂല അവിടെ. ബ്ലഡ് സ്റ്റോപ്പ് ആവുന്നതാണ്. സ്റ്റോപ്പ്. പിന്നെ ഇപ്പൊ നല്ല ഇപ്പൊ എന്താ പറയാ, കാലിനും കൈക്കൊക്കെ നല്ല പെയിൻ. അപ്പം അധികം മെഡിസിൻ ഒന്നും ഡോസ് ഉള്ള എടുക്കാൻ പറ്റൂല ഇവർക്ക്. അപ്പം അതിനുള്ള മരുന്നൊക്കെ ഓൾറെഡി അവർ കൊടുക്കുന്നുണ്ട്. ഹാർട്ടിന്റെ മരുന്നുണ്ട്, ഡിപ്രഷന്റെ മരുന്നുണ്ട്, പിന്നെ അങ്ങനെ പെയിനുള്ള എല്ലാ 12 തരം മെഡിസിൻ ഉണ്ട്. പക്ഷെ അതിലൊന്നും ഇവരെ വേദന നിക്കൂല. ഇല്ല. പിന്നെ ഇപ്പൊ ആൾക്ക് ശീലമായി കാണുമല്ലേ? ഇത്രയും വർഷമായിട്ട് ഇടയ്ക്കൊരു ഷിവറിംഗ് ഒക്കെ വരും. ഭയങ്കര ഷിവറിംഗ്. കൊറേ നേരം ഉണ്ടാവും. ആരെങ്കിലും വേണം, എപ്പോഴും വേണല്ലേ കൂടെ വീട്ടില്? വീട്ടിലാള് വേണം. പിന്നെ അങ്ങനെ യൂറിനൊന്നും അങ്ങനെ ഉണ്ടാവൂല. ആളുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ കഴിയുമോ? കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും. അതൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കും. പക്ഷെ എല്ലാ ഫുഡും പറ്റൂല. കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും പറ്റൂല. മഗ്നീഷ്യം കൂടുതലുള്ള പറ്റൂല. കപ്പ അങ്ങനത്തൊന്നും പറ്റൂല. പൊട്ടാസ്യം കൂടുതലുള്ള ഫുഡ് പറ്റൂല. മഗ്നീഷ്യം കൂടുതലുള്ള പറ്റൂല. പിന്നെ എത്ര എന്തോരം വെള്ളം കുടിക്കാന്ന് അങ്ങനെ എന്തെങ്കിലും? 3 ഗ്ലാസ് വെള്ളം. 3 ഗ്ലാസ് അല്ലേ? അത് മാത്രമേ പറ്റുള്ളൂ ദിവസത്തില്? എങ്ങനെയാണ്? 3 ഗ്ലാസ് ആണ് പറയുന്നത്. പക്ഷെ അങ്ങനെ നോക്കലില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഫുഡിന്റെ ഒപ്പം കുറച്ച് നമുക്ക് വെള്ളം പോകുന്നുണ്ടല്ലോ, ജ്യൂസോ അങ്ങനെയൊക്കെ അല്ലെ? എന്നാലും ഡോക്ടർ കറക്റ്റായിട്ട് 3 ഗ്ലാസ് വെള്ളമായിട്ട് 3 ഗ്ലാസ് എന്നല്ലേ? വെള്ളമായിട്ട് 3 ഗ്ലാസ്. ആദ്യമൊക്കെ നല്ല ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. ഇപ്പൊ ഇത്രയും കൊല്ലായ ശേഷം ഇപ്പം ആഗ്രഹിച്ച ഫുഡൊക്കെ കഴിക്കല. ഒരു കൺട്രോൾ ഇല്ല. ഇപ്പൊ കൺട്രോൾ ഇല്ല. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ ആദ്യം നമുക്ക് ഭയങ്കര ഇതാവുമ്പോ നമ്മളത് കൺട്രോൾ ചെയ്യും. കുറച്ചൊക്കെ ആവുമ്പോൾ പിന്നെ അങ്ങനെയാ. എന്നാലും നമ്മള് ഡോക്ടർ പറഞ്ഞ രീതിക്കൊക്കെ തന്നെ മാക്സിമം നോക്കാട്ടെ. ഇപ്പം പറയുന്നത് എന്താ വെച്ചാല്, എനിക്ക് ഈ രോഗം വന്ന് ഇനിയൊന്നും ഇതിലും വലുതിന് വരാൻ ചോദിക്കേണ്ട. ആൾക്ക് എത്ര ഏജ് ആയി അതുകൂടി ഒന്ന് പറയോ? 74. എത്ര? 74.
74 വയസ്സുണ്ടെന്ന് കേട്ടോ. ഓക്കെ. അപ്പൊ ആളോട് അപ്പൊ നല്ല രീതിയിൽ നല്ല മിടുക്കനാക്കി ആയിട്ട് ഇരിക്കാൻ പറയുക, ഭക്ഷണമൊക്കെ നന്നായിട്ട് എന്താ ഡോക്ടർ പറയണോന്നൊക്കെ ശ്രദ്ധിച്ച് ഒക്കെ നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കട്ടെ, നല്ല ആയുസോട് കൂടിയൊക്കെ ഇവർക്ക് വെയിറ്റ് കൂടാൻ പറ്റൂല, അങ്ങനെ പ്രശ്നമുണ്ട്. ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കൂടും. വെയിറ്റ് കൂടും. അപ്പൊ അതൊക്കെ മിഷീനിലുണ്ടോ വെയിറ്റ് കുറയ്ക്കലാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ ഒരു 2 മിനിറ്റ് കിട്ടുമ്പോ എന്തെങ്കിലും നമുക്ക് ആർക്കെങ്കിലും ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവരും കേൾക്കാലോ നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ബൈ.